നമ്മളിന്നൊരു വെസ്റ്റ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ പോവാണ് കേട്ടോ. ഇവിടെ അടുത്താണേ, പക്ഷേ ഇന്ന് നല്ല തണുപ്പാണ്. ഇപ്പോൾ സമയം ഉച്ച ഒരു 12:30 ആയിട്ടുണ്ട്. പക്ഷേ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -2 ഡിഗ്രിയാണ്. ഫീൽസ് ലൈക്ക് ഒരു -7 ആണ്. നല്ല തണുപ്പുണ്ട്. അത് നോക്കുമ്പോൾ വായിന്ന് പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ബസ് കാത്ത് നിൽക്കുക. നടന്ന് പോകണമെങ്കിൽ അത്ര അടുത്താണ്, പക്ഷേ നടന്ന് പോകുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ചുണ്ടൊക്കെ ഫ്രീസ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഈ സൂപ്പർ മാർക്കറ്റിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഏഷ്യൻ ഗ്രോസറി സ്റ്റോറാണ്. പ്ലസ് ഈ കരീബിയൻസിൻ്റെ ഒക്കെ സാധനങ്ങൾ കിട്ടും. ഈ ഗയാന എന്നൊക്കെ പറഞ്ഞ സ്ഥലമില്ലേ, അവിടെയൊക്കെയുള്ള ആൾക്കാരുടെയൊക്കെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്കവിടെ കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ അവിടെ ഫിഷ് കിട്ടും. ഫ്രോസൺ അല്ലാത്തത് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും. പിന്നെ ചിലപ്പം ലൈവ് ക്രാബ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങാമെന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട്. ഇതിനകത്ത് കയറാം. ഇവിടെ ബസ്സിൽ കണ്ടക്ടറൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കയറുന്നിടത്ത് തന്നെ ടിക്കറ്റ് മെഷീൻ ഉണ്ട്. അവിടെ നമുക്ക് കോയിൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ടും പേ ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് എത്താറായി, ഇപ്പോൾ ഇറങ്ങാം. അവിടെ കാണുന്ന ആ ചുമന്ന കളറിലുള്ള ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഞാൻ പറഞ്ഞ വെസ്റ്റ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്. ഒരു പഴയ സൂപ്പർ മാർക്കറ്റാണ്. ഇന്ന് ടെമ്പറേച്ചർ ഭയങ്കര കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഫുള്ളായിട്ട് കട ഓപ്പൺ ചെയ്തിട്ടില്ല. കുറച്ച് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് കയറാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് ഓപ്പണിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സ്, അതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികൾ, അതുപോലെ ഈ കരീബിയൻ സ്പെഷ്യലായിട്ടുള്ള ചേനകൾ, അതായത് മഞ്ഞ കളറിലുള്ള ചേന, വെള്ള കളറിലുള്ള ചേന, പിന്നെ വേറെ എന്തൊക്കെയോ ഡിഫറെൻറ്റ് പേരിലുള്ള കിഴങ്ങുകളൊക്കെ ഉണ്ട്. അതുപോലെ ഫ്ലവേഴ്സ്, ഫ്രഷ് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കരീബിയൻ സ്പൈസസ് കിട്ടും, ചൈനീസ് സ്പൈസസ് കിട്ടും, പിന്നെ ചൈനീസ് സോസുകൾ, പല വെറൈറ്റി സോസുകളൊക്കെ ഉണ്ട്. പേരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമുക്കങ്ങനെ ഇന്ത്യൻസിന് അങ്ങനെ അത്ര യൂസ് ഉണ്ടാകത്തില്ല, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഈ കരീബിയൻസിൻ്റെയും അതുപോലെ ഇന്ത്യൻസിൻ്റെയും ഫുഡ് കൾച്ചർ കുറച്ചൊക്കെ സാമ്യമുള്ളതുകൊണ്ട് അവർ സ്പൈസസ് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസസ് ഒന്നാണ്. കുറേ, അതായത് കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇതെല്ലാം അവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. അപ്പോൾ അത് ഒരേ സാധനം ആയതുകൊണ്ട് അങ്ങനെ ഒരു മിക്സഡായിട്ടുള്ളൊരു ഗ്രോസറി സ്റ്റോറാണിത്. ഏഷ്യൻസിൻ്റെയും അതുപോലെ തന്നെ കരീബിയൻസിൻ്റെ എല്ലാം കൂടെയുള്ള ഒരു സ്റ്റോറാണിത്. ഗയാന എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറേ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ, യെല്ലോ കളറിലുള്ള ചേന. അതുപോലെ ഇത് മെലങ്ക എന്ന് പറയുന്ന ഒരു കിഴങ്ങ്. ഇത് വൈറ്റ്, വെള്ള കളറിലുള്ള ചേന. ഇതെല്ലാം കരീബിയൻ സ്പൈസസ് ആണ് കേട്ടോ. ഇത് കണ്ടില്ല, ഐറിഷ് മോസ്, അതുപോലെ ഇവിടെ നമ്മുടെ ഗ്രാമ്പു ഉണ്ട്, പിന്നെ പിമൻറ്റോ, പിന്നെ സെന്നാപ്പോഡ്, അങ്ങനെ എന്തൊക്കെയോ പേരിലുള്ള എനിക്കറിയില്ലാത്ത കുറേ സ്പൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ കുരുമുളക്, ഏലക്ക, അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്. ഇൻഡോ വെസ്റ്റ് ഇന്ത്യൻ ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൈനീസിൻ്റെ സ്പൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്, അതാണിത്. അത് ഈ ഒരു കടയിലാണ് മെയിനായിട്ട് കിട്ടുന്നത്. വേറെ എവിടെ നമുക്ക് കിട്ടാറില്ല, നമുക്ക് ആവശ്യമില്ല, പക്ഷേ അവർക്കിത് മെയിൻ ഒരു സാധനമാണ്. പിന്നെ കണ്ടില്ലേ, ഏലക്ക, നമ്മളുടെ സ്പൈസുമായിട്ട് ഇവരുടെ ഗയാനയുടെ ഒക്കെ സ്പൈസ് ഒത്തിരി ബന്ധമുണ്ട്. അവരുടെ ഏലക്ക നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസൊക്കെ തന്നെ ഓൾമോസ്റ്റ് അവർ ഉപയോഗിക്കുന്നത്, കുരുമുളക്, ഏലക്കയൊക്കെ, അതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് കണ്ടോ, ജമൈക്കൻ കറി പൗഡർ. ഇത് ജമൈക്ക എന്നൊക്കെ പറയുന്നത് ഈ കരീബിയൻ ആ ഒരു സ്ഥലത്തുള്ള ആൾക്കാരാണല്ലോ ജമൈക്കൻ, അവരുടെയൊക്കെ കറി പൗഡറായത്. ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇന്ന് നല്ല തിരക്കാണ് കടയിൽ, അതുകൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നോർമലി ഇവിടെ ലൈവായിട്ടുള്ള ക്രാബ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടാവാറുണ്ട്, എപ്പോഴും കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവരോട് എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സ്നോ ക്രാബ്, അതുപോലെ കിങ് ക്രാബ് ഒക്കെ ഉണ്ട്, പക്ഷേ അത് ബാക്ക് സൈഡിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അവർ അവിടെ നിന്ന് എടുത്തു തരുന്ന എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പല വെറൈറ്റീസ് ഓഫ് ഷ്രിംസ് ഉണ്ട്. ഇത് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. കരീബിയൻ ആൾക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ഷ്രിമ്പുകളുണ്ട്. അതുപോലെ സൗത്ത് അമേരിക്കൻ സ്റ്റൈൽ അവിടെയുള്ള ഫിഷ് ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ സാൽമൺ കിട്ടും, അതൊക്കെ നമുക്ക് അങ്ങോട്ട് കാണിക്കാം. ഇവിടെ പല വെറൈറ്റി ഷ്രിമ്പുകളുണ്ട് കേട്ടോ, പല പേരിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജംബോ, അതുപോലെ ബ്ലാക്ക് ടൈഗർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് തിലാപ്പിയ ഫില്ലറ്റ് എടുക്കാം. ഇവിടുന്ന് സ്ഥിരമായിട്ട് എടുക്കുന്നതാണ് നമ്മൾ, നല്ലതാണ്.
നമുക്ക് ഒരു പീസ് സാൽമൺ എടുക്കാം. ഇവിടെ സെൻറ്റർ പീസ് ഉണ്ട്, വാലുണ്ട്, ടെയിലുണ്ട്. നമുക്ക് ടെയിൽ എടുക്കാവേ. ഇത് വൈൽഡിന് കുറച്ച് വില കൂടുതലാണ്. പിന്നെ ഇത് ഫാമുണ്ട്, ഫാമിലേത് എടുക്കാം നമുക്ക്. പിന്നെ ഇവിടെ ചൂര, കിങ് ഫിഷ്, അതുപോലെ ഷാർക്ക് ഇതൊക്കെയുണ്ട്. എല്ലാം നല്ല ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോയി കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ കട്ട് ചെയ്യാതെ ഫുള്ളായിട്ടുള്ള ഫിഷ് വേണമെങ്കിൽ അതും ഇവിടെയുണ്ട്. ഈ സൗത്ത് അമേരിക്കൻ സൈഡിൽ നിന്നൊക്കെ വരുന്ന ഫിഷാണ് മോസ്റ്റ്ലി ഇവിടെ കിട്ടുന്നത്. ഈ മീൻ കണ്ടോ, ഇത് സ്പാനിഷ് മാക്രല്ല, സ്പാനിഷുകാരുടെ അയല. പിന്നെ ഇവിടെ പോംപാനോ എന്ന് പറഞ്ഞൊരു മീനുണ്ട് ഈ ഇരിക്കുന്നത്. പിന്നെ ബ്ലൂ ഫിഷ്, അതുപോലെ തിലാപ്പിയുടെയൊക്കെ ഫുള്ളുണ്ട്. ഷാർക്ക് ഫുള്ളായിട്ടുള്ളതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പാനിഷ് മാക്രൽ, ഇങ്ങനെയുള്ള കുറേ ഐറ്റം ഫിഷുകളൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ടും കിട്ടുന്നുണ്ട്. ഇവിടെ ഫ്രഷ് ഫിഷ് കൂടാണ്ട് ഈ പറഞ്ഞ എല്ലാ ഫിഷിൻ്റെയും ഫ്രോസൺ ആയിട്ടുള്ളതും കിട്ടും. തിലാപ്പിയ ഫില്ലറ്റ് ഉണ്ട്, ഇത് മറ്റേ ഷ്രിമ്പുകൾ എല്ലാം ഉണ്ട്, അതുപോലെ ക്രാബും ഫ്രോസൺ ആയിട്ടുണ്ട്. ഇത് മെക്സിക്കൻ ചില്ലിയാണേ, അത് ഡ്രൈഡ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. നല്ല വലുപ്പമുണ്ട് മുളകിന്. ഞാൻ ആദ്യമായിട്ട് കാണുക. ഇതൊക്കെ ഗയാന സ്പെഷ്യൽ ആട്ടോ. ഇത് ബേൺഡ് ഷുഗറാണ്. ഇൻഡോ വെസ്റ്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. ഇത് ബേൺഡ് ഷുഗർ, അതുപോലെ അങ്ങനത്തെ കുറേ പ്രോഡക്റ്റുകളുണ്ട്. ഹോട്ട് പെപ്പർ സോസ്, അതുപോലെ ഇവിടെ ചൈനീസ് സോസുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. തെരിയാക്കി സോസ്, അതൊക്കെ അങ്ങനെയുള്ള സോസുകളെല്ലാം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. വേണ്ട ഗയാന മൊളാസസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള അവരുടെ എല്ലാ സ്പൈസസ്, സോസ് ഐറ്റംസ് എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കോക്കനട്ട് വാട്ടർ, തേങ്ങാവെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കുറേ പച്ചക്കറികളൊക്കെ കിട്ടും. പിന്നെ ഈ മഞ്ഞ കളറിലിരിക്കുന്നത് കണ്ടോ, അത് യെല്ലോ സ്ക്വാഷാണ്. ഇത് ജംബോയാണ്. വേണ്ട കടച്ചക്ക വെച്ചിരിക്കുന്നുണ്ടോ, ഇത് ശരിക്കും കരീബിയൻ ഐലൻഡിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അവരുടെ സാധനമാണ്, നമ്മളും ഇത് യൂസ് ചെയ്യും. അതുകൊണ്ട് നമുക്കിവിടെ വന്ന് വാങ്ങാമെന്ന് മാത്രം. ഇത് കാലിഫോർണിയ പമേലോ, നമ്മുടെ കമ്പിളി നാരങ്ങ. ഇതും അവരുടെ ഒരു ഐറ്റമാണ്. ഇത് നെക്ട്രീൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്, ഓൾമോസ്റ്റ് പീച്ച് പോലെയുണ്ട്. ഇത് ബ്ലാക്ക് പ്ലം, ഇത് പീച്ച്. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റി ഓഫ് പെയറുകൾ ഇവർ ഉപയോഗിക്കും. അതിനുള്ള പല വെറൈറ്റി പെയർ ഫ്രൂട്ട്സാണ് ഈ ഇരിക്കുന്നത്. ഇത് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതുണ്ടോ റെഡ് കളറിലുള്ളതുണ്ട്, പിന്നെ ഉണ്ടോ ഒരു കളർ വേറെ ബ്രൗൺ പോലെ ഇരിക്കുന്ന പറഞ്ഞു. ഇതാണ് ഗ്രേപ്പ് ഫ്രൂട്ട്സ്. ഇത് എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഈ വലിയ ഫ്രൂട്ട്സ് ഇല്ലേ, ഇത് ഹണി ഡ്യൂ, അതുപോലെ ക്യാൻഡലൂപ്പ്, രണ്ടും ഈ പംകിൻ ഫാമിലിയിൽപ്പെട്ട ഫ്രൂട്ട്സാണ്. പിന്നെ ഈ ഇരിക്കുന്ന ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇത് യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഞാനിവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ പേരയ്ക്ക ഇരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നുണ്ടോ, ഇത് കൊറിയൻ പെയറാണ് ഈ ഇരിക്കുന്നത്. ഇത് നോർമൽ പെയറിൻ്റെ ഷേപ്പല്ല, ഇത് കുറച്ച് ഉരുണ്ടായിരിക്കുന്നത്. ഇതും പീച്ചാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് നോർമൽ നമ്മൾ സാധാരണ കാണാറുള്ള ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ ഇത് മെക്സിക്കൻ മാങ്ങയാണ്. ഇതിന് പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ഞാൻ വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ നമുക്കിവിടെ നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരുപാട് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും ഫ്ലവർ ഷോപ്പുകളിൽ പോയി വാങ്ങുന്നതിനും ഗ്രോസറി സ്റ്റോറുകളിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഫ്ലവേഴ്സാണ് വാങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസറി സ്റ്റോറുകളിൽ കുറച്ചുകൂടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിരിക്കും. ഒരു ഫ്ലവർ ഷോപ്പിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടാണ് നമുക്ക് ഫ്ലവേഴ്സും ബൊക്കകളൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ചീപ്പാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് US പല സ്റ്റേറ്റുകളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ഇവർ ഫ്ലവേഴ്സ്. കാലിഫോർണിയ, പിന്നെ ഇക്വഡോർ, അതുപോലെ കൊളംബിയ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഫ്ലവേഴ്സൊക്കെ ആയിരിക്കും ഇത്.
ഈ ഗ്രോസറി സ്റ്റോറിൽ കുറേ സൗത്ത് അമേരിക്കൻ സ്റ്റൈൽ ഓഫ് ഫിഷും അതുപോലെ പിന്നെ ഗ്രോസറീസൊക്കെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സിനും സൗത്ത് അമേരിക്കൻ സൈഡ് കുറച്ചുകൂടെ ഫ്ലവേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഇവർ ഒരുമിച്ച് കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ കുറച്ചുകൂടെ ചീപ്പായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് കിട്ടുന്നത്. ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ നിന്നിട്ട് ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ആ ചേട്ടൻ ഇങ്ങനെ പല റോസുകളൊക്കെ ബൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വൈറ്റ് റോസൊക്കെ എടുത്തിട്ട് ചിലപ്പം കുറച്ച് സ്പ്രേ പെയിൻ്റൊക്കെ കൊടുത്ത് വേറെ കളറൊക്കെ ആക്കിയിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് ഇങ്ങനെ ബൊക്കകളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇന്ന് രാത്രി 10 മണി മുതൽ സ്നോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര തണുപ്പ് ഇന്ന്. അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങി പുറത്തിറങ്ങി ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഫുള്ള് ഉപ്പ് വെതറിയിട്ടുണ്ട്. കാണുന്നുണ്ട് ഈ വെള്ള കളർ കാണുന്നില്ലേ, അതെല്ലാം ഉപ്പ് അങ്ങ് വരെ ഇട്ടിട്ടുണ്ട്. ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സൈഡാണല്ലോ. അപ്പം ഈ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നോ വീഴുന്നതനുസരിച്ച് കുറേ അങ്ങ് മെൽറ്റായി പോകും. അതിന് വേണ്ടിയിട്ട് ഇടുന്നതാണേ. ഭയങ്കര ഫ്രീസിങ് ആയിന്ന്. -6 -7 അങ്ങനെയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. ബാക്കിൽ നമുക്ക് പോകാനുള്ള ബസ് അങ്ങ് ദൂരേന്ന് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് കാണാം അങ്ങ് ദൂരേന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു നല്ല വീഡിയോയിൽ കാണാം. ഇതൊക്കെ പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.